الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിൻ്റെ സുദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് തക്ബീറിൻ്റെ ധ്വനികൾ മുഴക്കിക്കൊണ്ട് അല്ലാഹുവിനെ വാഴ്ത്തുന്നതായ ദിവസം. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ. അല്ലാഹുവിൻ്റെ പക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൊന്നാണ് ബലിപെരുന്നാളിൻ്റെ ദിവസമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. ഈദുൽ അദ്ഹ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഓർമ്മകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന തൗഹീദിൻ്റെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഏറ്റവും ഉന്നതമായ സന്ദേശത്തിൻ്റെ മഹത്വമാണ് ഈ ദിവസം വിളിച്ചോതുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവേകം നഷ്ടപ്പെട്ടാലല്ലാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാതയിൽ നിന്ന് അവൻ എങ്ങനെ വ്യതിചലിക്കുവാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. സത്യവിശ്വാസികളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം സൂചിപ്പിക്കുന്നു. ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിം ലല്ലദീന ഇത്തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. ഔലൻ നാസ്, ഇബ്രാഹിം നബിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ, അവർ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും അതുപോലെ തന്നെ സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളും നബിയുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മഹത്വം വിളിച്ചോതുന്നത് ഏകനായ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശം അദ്ദേഹം അത് പറയുന്നതിൽ ഒരാളോടും ആ വിശ്വാസം അടിയറവ് വെക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുദിനത്തിൽ നിർവഹിച്ചതായ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് ഉദ്ഹിയത്ത് കർമ്മമാണ്. ضحى النبي صلى الله عليه وسلم بكبشين أملحين أقرنين ذبحهما بيده فسمى وكبر. അള്ളാഹുവിന്റെ റസൂൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട് രണ്ടാടുകളെ അറുക്കുകയുണ്ടായി. അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദ് വആലി മുഹമ്മദ് വഅൻ ഉമ്മത്തി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദിൽ നിന്നും
മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും മുഹമ്മദിന്റെ ഉമ്മത്തിൽ നിന്നും നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയത്ത് കർമ്മം നിർവഹിക്കുകയുണ്ടായി. സാമ്പത്തികമായി കഴിവുള്ള എല്ലാവരും ഈ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് ഉണർത്തുകയാണ്. ഈ ദിവസത്തിൽ മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികളെല്ലാവരും സഹോദരങ്ങളാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ്. ആ സാഹോദര്യ ബന്ധം കാത്തു സൂക്ഷിക്കണം, പരസ്പരം സ്നേഹിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ ഒരിക്കലും തന്നെ വിശ്വാസികളാകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരേക്കും നിങ്ങൾ വിശ്വാസികളുമാകുകയില്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കണം. ഈ ദിവസം ദാനധർമ്മത്തിന്റെ ദിവസമാണ്. പാവപ്പെട്ട ദരിദ്രരായ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്നതാണ് ഒരു മുസ്ലിമിന്റെ ഈദ് എന്ന് പറയുന്നത്. പ്രയാസപ്പെടുന്നവരെ കാണുവാനുള്ള കണ്ണുണ്ടാകണം. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ഉപരിയിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വിട്ടുവീഴ്ചയുടെ ദിവസമാണ്. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ പരസ്പരം ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങൾക്കായി പിശാച് പരസ്പരം അന്യോന്യം പകയും വിദ്വേഷവും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വഖുല്ലി ഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ ഇന്നശ്ശൈത്താന യൻസഗു ബൈനഹും, വിശ്വാസികളോട് അല്ലാഹുവിന്റെ റസൂലേ പറയുക, അവർ പരസ്പരം നല്ല വാക്കുകൾ പറയട്ടെ, പ്രശ്നമുണ്ടാകുന്ന വാക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ, പരസ്പരം സ്നേഹമുണ്ടാകട്ടെ. അവരുടെ വാക്കുകളിൽ പിടിച്ച് പരസ്പരം ഭിന്നതയുണ്ടാക്കാൻ പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചയുടെ ദിവസമാണ്. വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരെ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നുവെന്നാണ്. ഈ ദിവസത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന അല്ലാഹുവിനെ പ്രകീർത്തിക്കുമ്പോൾ തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. ഈ ദിവസത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ സമ്പൂർണമായി ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാത പിൻപറ്റിക്കൊണ്ട് എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നുവെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക. പെരുന്നാളാണ്, എന്നാൽ അങ്ങോട്ട് ആഘോഷിച്ച് അതിർവരമ്പുകൾ ലംഘിച്ചു കളയാം എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. Dear brothers, I would like to give 5 advices on this day. This is one of the greatest day which Allah subhanahu wa ta'ala blessed this ummah with. One of the important advice, one of the important message which we have on this day is that always remember the greatness of Allah subhanahu wa ta'ala. We are saying on this day, Allahu Akbar, Allahu Akbar, Allahu Akbar, La ilaha illallah, Allahu Akbar, Allahu Akbar, walillahil hamd. It means Allah subhanahu wa ta'ala is the greatest. So always be submissive to Allah subhanahu wa ta'ala. The second advice is that be a good Muslim in your beliefs and in your behavior. The third advice is that love each other. Love each other. Prophet sallallahu alaihi wasallam said, none of you will enter the Jannah until you become a true believer, and none of you will become a true believer until you love each other. And the fourth advice is that forgive each other. Many people, they're having silly issues, not talking to each other because of silly issues. Allah subhanahu wa ta'ala says, وَالْعَافِينَ عَنِ النَّاسِ, those who forgive each other, وَاللَّهُ يُحِبُّ الْمُحْسِنِينَ, Allah subhanahu wa ta'ala likes them. Allah subhanahu wa ta'ala loves them. And the last and the important message of this day, the brotherhood of Muslims, and always be there for the needy and the poor, is the greatest message of this day. Always try to be united
and try to take care of our brothers, those who are needy and poor. May Allah subhanahu wa ta'ala accept from us. The Sahaba used to greet each other on this day. تَقَبَّلَ اللَّهُ مِنَّا وَمِنْكُمْ تَقَبَّلَ اللَّهُ مِنَّا وَمِنْكُمْ. May Allah accept from us and you. May Allah subhanahu wa ta'ala accept our good deeds and your good deeds. This is the greatest message which we have to give today. And also, Udhiyah is one of the greatest deed which we have to do on this day. So everyone who is able to make Udhiyah with his wealth, Allah subhanahu wa ta'ala will be so thankful to him, and he will be so thankful to Allah subhanahu wa ta'ala by sacrificing in the name of Allah subhanahu wa ta'ala. So the main and important message of Eid is unity and to be submissive towards Allah subhanahu wa ta'ala. സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുകയും ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. സാധാരണ നമ്മൾ എടുക്കാറുള്ളത് പോലെ നിങ്ങളുടെ അരികിൽ നിന്ന് ബോക്സുകളിലൂടെയൊന്നും എടുക്കുന്നില്ല. മറിച്ച് സാധിക്കുന്ന ആളുകൾ ഓരോരുത്തരും അവനവന്റെ വിഹിതം അയച്ചുകൊണ്ട് പരസ്പരം സാധാരണക്കാരായ, പ്രയാസപ്പെടുന്ന ദരിദ്രരായ, അതുപോലെ തന്നെ ആവശ്യക്കാരായ ആളുകളിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ എത്തുന്നുണ്ട് എന്ന്, സ്വതക്കകൾ ഈ ദിവസത്തിൽ നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. أقول قولي هذا وأستغفر الله لي ولكم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين.